ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ റെഡി ആയിട്ടിരിക്കുവാണ്. അതെ, അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലേ എൻ്റെ. ഞാൻ ആക്ച്വലി ഇപ്പോൾ മിസ് റീച്ചിലിട്ട് കൊടുത്തിരിക്കുകയാണ് മൂക്ക് കാണാനായിട്ട്. അതെ, കണ്ടില്ലേ. ഇന്നിപ്പോൾ അമ്മ ഇവിടെ ഇല്ല. അമ്മ തൃശ്ശൂർ വരെ പോയിരിക്കുവാണ്. നാളെ തിരിച്ചു വരും അമ്മ അങ്ങനെ ലോങ് ട്രിപ്പിനൊന്നും, ലക്ഷ്മി അമ്മ അങ്ങനെ ലോങ് ട്രിപ്സിനൊന്നും ഇപ്പോൾ പോകാറില്ല, മോളുള്ളത് കൊണ്ട്. എനിക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഷോപ്പിൽ പോകാനും വർക്ക് ചെയ്യാനും ഒക്കെ ഒരു ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വോളിയം കുറയ്ക്കട്ടെ, ഒരു സെക്കൻഡ്. കുടു, ഒരു ഹായ് പറയോ? ഹായ് ഹായ് ഹായ്. മൂൺ മൂൺ മൂൺ. ദുദു 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 വേണോ? ദുദു ദുദു. അപ്പൊ ഇപ്പോ തസ്ലി പാലെടുക്കാൻ പോയിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോ ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. ഷോപ്പിലേക്ക് പോയിട്ട് എനിക്ക് അവിടെ കുറച്ച് വർക്ക് ഉണ്ട്. ഇനിയിപ്പോൾ നവരാത്രിയുടെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഓണത്തിന് വളരെയധികം സ്നേഹം കിട്ടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു പറയാനായിട്ട്. അപ്പോൾ അത് വളരെയധികം ഹിറ്റായി. അത് താങ്ക് യു സോ മച്ച് കേട്ടോ. അതിന് വളരെ 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 സന്തോഷം. അപ്പം അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ മോളെയും കൊണ്ട് ഷോപ്പിലേക്ക് പോവാണ്. പിന്നെ തസ്ലിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഷോപ്പിലെത്തിയിട്ട് കാണാം. हाँ हाँ, देखिए ज़्यादा नहीं चाहिए, इतना ठीक है ना? हाँ, इतना ठीक है. ഇനി നമ്മുടെ സാരീസ് ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ചെയ്ത് വെച്ചിരിക്കുന്ന സാരീസ് എല്ലാം വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് ഇനി. കാരണം എന്താ, നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നവരാത്രിയാണ്. അമ്മാമ്മ ഇപ്പോൾ വരും. ഹലോ, ഇന്നിപ്പോൾ ഡേ 2. ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ബ്രൈഡൽ ലെഹങ്ക. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് പ്യുവർ ഓർഗാൻസ ഫാബ്രിക്കാണ്. ദുപ്പട്ട എല്ലാം പ്യുവർ ഓർഗാൻസ വിത്ത് കംപ്ലീറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. സറി സീക്വൻസ് ആൻഡ് ചെറിയ റെഡ് ബീഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലെഹങ്കയാണത്. ഞാൻ എൻ്റെ ഓഫീസ് സ്പേസിലേക്ക് വന്നു. ഇവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആക്ച്വലി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് ജോലി മാത്രമേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ഒന്നും പ്രോപ്പറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉള്ളൊരു വിഷമമുണ്ട്. വേറൊന്നുമല്ല, ഞാനിപ്പോൾ കംപ്ലീറ്റ് ഈ ബൊട്ടീക്കിൻ്റെ പുറകിലാണ്. ബൊട്ടീക്ക് എങ്ങനെ ഓരോ ദിവസം എങ്ങനെ കൊണ്ടുപോകണം, കസ്റ്റമർ ഡീലിംഗ് ആണെങ്കിലും ഓൺലൈൻ ടീം ആണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനെ നല്ല എന്താ പറയുക ഫ്രീ ടൈമായിട്ട് എനിക്ക് കിട്ടാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് ആക്ച്വലി നല്ലതാണ്. കാരണം ആ സമയത്താണ് വ്ളോഗ് ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. കാരണം നിങ്ങൾക്കും പല എൻ്റെ ആ ഒരു സ്റ്റേജസ് നിങ്ങൾക്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഏതെങ്കിലും കുട്ടികളിപ്പോൾ ക്ലോത്തിങ് ബ്രാൻഡൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കാണുമല്ലോ. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ഭയങ്കര പ്രോ ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച്, പിന്നെ ഇപ്പോൾ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ യൂഷ്വലി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ DJI ക്യാമറയിലാണ് എടുക്കുന്നത്. പക്ഷേ ആ ക്യാമറ പ്രോപ്പർ ചില സമയത്ത് എൻ്റെ ബാഗിലായിരിക്കും, ചില സമയത്ത് എൻ്റെ എന്താ പറയുക
ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ കയ്യിൽ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് നമ്മുടെ ഓണത്തിൻ്റെ എല്ലാം കഴിഞ്ഞു, ഓണം കളക്ഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മുടെ കഫ്താനിന്, നമ്മുടെ ലോട്ടസ് മോട്ടീവ് പ്ലസ് നമ്മുടെ നാഗപടം കഫ്താനിന് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പോഴും നമ്മളത് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോട്ടസ് മോട്ടിഫും ഈ നാഗപടം മോട്ടിഫൊക്കെ ഉള്ള ഈ ഒരു കഫ്താൻ ഓണത്തിന് മാത്രമല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഒരു ട്രഡീഷണലായിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്ത് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് പോകാൻ സാധിക്കും. ബൈ ദ ടൈം ഞാൻ കുറേ കാര്യങ്ങൾ ഇരുന്ന് ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ ബുക്ക്, ഇതുപോലെ എനിക്ക് ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. അതായത് ഡ്രോയിങ് ബുക്കാണ്. അതിൽ ഒന്നിൽ ഞാൻ ഡ്രോയിങ് എൻ്റെ എന്തൊക്കെയാണ് സ്കെച്ചസ് ഒക്കെ ഉള്ളത് ഞാൻ സ്കെച്ച് ചെയ്യും. പിന്നെ ഞാൻ എഴുതാനും ഈ ഒരു ബുക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ കോൺസെപ്റ്റ് റൈറ്റിങ്ങും എല്ലാം ഞാൻ ഈ ബുക്കിലാണ്. അതെ ഇങ്ങനെയാണ് ചെയ്ത് വയ്ക്കുന്നത്. കോൺസെപ്റ്റ് റൈറ്റിങ്ങും എല്ലാം ഞാൻ ഈ ബുക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതും എനിക്ക് വളരെ യൂസ്ഫുൾ ആവും. കാരണം എനിക്ക് ഓരോ സീസൺ വരുമ്പോൾ ഡിസൈൻ എന്ത് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ കുർത്തയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ പോലും എനിക്കത് പ്രോപ്പറായിട്ട് എഴുതി വച്ച് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കുറച്ച് കുട്ടികളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1-2 മാസത്തെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ബുട്ടീക്കിൽ വരാൻ പറയുക. എനിക്ക് ഇഷ്ടപ്പെടുവാണ്, ഓക്കെ ഈ ഒരു കുട്ടി അടിപൊളിയാണ് എന്നെനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അവരെ പെർമനൻ്റ് ആയിട്ട് സ്റ്റാഫായിട്ട് എടുക്കുന്നതുമായിരിക്കും. ഒരു കോൺസെപ്റ്റ് എല്ലാം ഞാൻ ഇവിടെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉടനെ ഇറക്കാനുള്ള ഒരു എന്താ പറയുക കുർത്തി കളക്ഷൻസിൻ്റെ അല്ലെങ്കിൽ കുർത്തി സെറ്റ്, സൂട്ട് സെറ്റ് അല്ല, സൂട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ദുപ്പട്ടയും കൂടെ വരും. ദുപ്പട്ട വരാത്ത, കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ദുപ്പട്ടാസ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക കുർത്തി സെറ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് കാഷ്വൽ കുർത്തീസും. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ വളരെയധികം പെർട്ടിക്കുലർ ആയിരുന്നു. കാരണം എനിക്ക് നല്ല ബ്രീത്തബിൾ മെറ്റീരിയൽ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ സോഴ്സ് ചെയ്യുന്നത് ഞാൻ എൻ്റെ എല്ലാ ജയ്പൂർ കോട്ടൺസ്, അങ്ങനത്തെ പ്യുവർ കോട്ടൺസ് എല്ലാം ഞാൻ സോഴ്സ് ചെയ്യുന്നത് ജയ്പൂരിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, കാരണം എനിക്ക് പണ്ടേ എനിക്കൊരു മാനുഫാക്ചറിനെ അറിയാം. അപ്പോൾ അതുവഴി തന്നെയാണ് ഞാൻ സോഴ്സ് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബാഗ്രു പ്രിൻറ്റും ദാബു ആൻഡ് വനസ്പതി, അപ്പോൾ ഇത് 3 കൂടി വരുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കുറച്ച് ഫാബ്രിക്സും കൂടെ വരാനുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് സെറ്റാവും. എൻ്റെ നെക്ക് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ കുർത്താസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മെറ്റീരിയലിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് എന്താ പറയുക വളരെ നല്ല ഫാബ്രിക്കാണ്. ഓക്കെ, അതിൻ്റെ കുറച്ച് തിരക്കിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ ഇക്കാര്യം കൂടെ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നിങ്ങളൊരു ക്വാളിഫൈഡ് ഫാഷൻ ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മെയിലിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ ചെയ്താലും മതി. നിങ്ങൾ റെസ്യൂമെ മെയിൽ ചെയ്താലും മതി. അപ്പോൾ എന്താ പറയുക, നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കാം. ഓക്കെ, ഹായ്. മോള് വാക്സിൻ എടുത്തിട്ട് വേദനിച്ചിരിക്കുന്നു. അയ്യോ സോറി. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർബക്സിൽ വന്നിട്ട് മോക്കൊരു കേക്ക് മേടിച്ചിട്ട് മോള് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അല്ലേ മോനെ? ഓക്കെ, ശരിയാവും കേട്ടോ. നോക്കൂ, ഹായ് പറയൂ. സാരല്ലോ പോട്ടെ.
ഹായ് അമ്മു, ഹായ് പൊന്നു. റൺ ഷൂ റൺ, ഓടിയിട്ട് വരൂ. കൊടു ദാ പോയി കൊടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇതിട്ട് ഓടാം. Shoe, put on your shoes, put on your shoes, la 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 la, put on your shoes, put on your shoes. അപ്പോൾ അമ്മു UK വന്നിരിക്കുകയാണ്, പൊന്നു മാംഗ്ലൂരിൽ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെ കൊടു? Unicorn? It is salted caramel. Okay. ഹലോ, ഞാനിപ്പോൾ ഷോപ്പിലേക്ക് വന്നു. ഇവിടെ പൂജ വെക്കാനായിട്ടുള്ള കുറച്ച് പരിപാടികളിൽ എല്ലാവരും ബിസിയാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം നമ്മൾ എവിടെയാണ് പൂജ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. എവിടെയാണ് ദൈവങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതെ, കണ്ടില്ലേ ഈ പോർഷൻ? ഇവിടെ നമ്മുടെ ഒരു സോഫ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പൂജ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോഫ നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി, ഇവിടെ കിടന്ന 2 സോഫ നമ്മൾ അകത്തേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് പൂജ വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് ഈസ്റ്റ് ഫേസിംഗ് ആണ് കേട്ടോ, ഇങ്ങോട്ട് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഫേസിംഗ് തന്നെ പൂജ വെക്കാമെന്ന് വെച്ചു. ഇനി നമ്മുടെ ഷോപ്പിൽ ഒരു ബുദ്ധയുടെ ഒരു എന്താ പറയുക, ഒരു ഫ്രെയിം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സ്കൾപ്റ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. അതെനിക്ക് ശ്രീകുട്ടി, നിങ്ങൾക്കറിയാമായിരിക്കും, കസിൻ ആദിത്യൻ്റെ വൈഫ് ശ്രീകുട്ടി കൊണ്ട് തന്നതാണ്. ഞാൻ ബൊട്ടീക്കിലതേ ഇവിടെ വെച്ചിട്ടുണ്ട്. കയറി വരുന്ന എൻട്രൻസിൻ്റെ സ്ട്രെയിറ്റ് കാണാൻ പറ്റുന്ന രീതിക്ക്. ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ കോട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാന്ന്. അപ്പോൾ ആ കോട്ടൺ സെറ്റിൽ തന്നെ ചെറിയൊരു ഹാൻഡ് വർക്ക്, അതായത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഒരു പീസ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്തൊരു പീസാണ് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ്, അതായത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ്സ് അത്ര ക്ലിയർ അല്ല, കുറച്ച് അത്ര നല്ല ഇതായിട്ടല്ല ഇരിക്കുന്നത്. അപ്പം അത് ഹാൻഡ് ബ്ലോക്സ് ആയതുകൊണ്ട് അപ്പോൾ അതിൽ ഇത് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വേറൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മാസ്റ്റർ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാറ്റേൺ. ഇത് കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബാക്കി എല്ലാം ഇങ്ങനെ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുവാണ്. പിന്നെ ഇതെല്ലാം സ്ട്രെയിറ്റ് കട്ട് ബോട്ടംസും പിന്നെ ഈ പെയർ ചെയ്യാനായിട്ടുള്ള ടോപ്സും ഒക്കെ ഇവിടെ ഇരിക്കുക. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ബോട്ടമിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടില്ലേ, ഇത് ക്യാൻവാസ് വെച്ചിട്ടൊരു റൗണ്ട് വി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു ഇവിടെ വന്നിട്ട് ഒരു എൻഡിങ് ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ചെറിയൊരു കർവ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു പാറ്റേൺ ആണ്. ഒരു റൗണ്ട് വി ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതൊരു ഹോൾട്ടർ നെക്ക് വരുന്ന പാറ്റേൺ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്.
റെഡ് ഒരു മറൂണിഷ് ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതിനും മാച്ചിങ് ബോട്ടം വരുന്നുണ്ട്. ഈ വരുന്ന ഒരു നെക്ക് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു നെക്കാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ ഒരു കോളർ വരുന്നുണ്ട്. നമ്മുടെ നോർമൽ വി കോളർ വി പോലെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ സൈഡിൽ സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കോളറിൽ പൈപ്പിങ്ങും കൂടി വരുന്നുണ്ട്. സ്ലീവിൽ ലേസ് വെച്ചിട്ടുണ്ട്. ഇതാണ് പിങ്ക് ഷെയ്ഡിൽ വരുന്നത്. സെയിം ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഇതിൽ ഒരു ബോട്ട് നെക്ക് വന്നിട്ട് ഒരു വി കട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബട്ടൺ പ്ലസ് ലൂപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരുപാട് മെറ്റീരിയൽസിൽ ഇപ്പോൾ കുർത്തീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവരാത്രി സ്പെഷ്യലായിട്ട് അതെല്ലാം വരുന്നുണ്ട്. ഇതൊരു പെൻസിൽ ഫിറ്റ് ബോട്ടമാണ്. ഇതിൻ്റെ എൻഡിൽ ഇതുപോലുള്ള പുത്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. മാസ്റ്റർ എല്ലാം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇതുപോലുള്ള പട്ട വന്നിട്ട് ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. അതൊരു പെർഫെക്റ്റ് ഒരു ഫിറ്റിംഗ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, അത് കാരണം. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടംസ് വരുന്നുണ്ട്. അത് കൂടാതെ സ്ട്രെയിറ്റ് കട്ട് ബോട്ടംസും വരുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചു തന്ന ഈ പാറ്റേൺസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ ഒരുപാട് പാറ്റേൺസ് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കഫ്താൻസിനും ഒക്കെ വീണ്ടും ഓർഡേഴ്സും എൻക്വയറീസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എനിക്ക് ഒരു വെഡ്ഡിങ് ഔട്ട്ഫിറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരണം എന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഫിനിഷ് ആവാറായി. അപ്പോൾ അതും കൂടി എനിക്ക് കാണിച്ചു തരും. എല്ലാ ജോലിയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ സാരി. അയ്യോ, എനിക്കത് മേടിക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. വളരെ പ്രിറ്റി സാരി. കാണിച്ചു തരാം. ഇവിടെ ലൈറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓർഗാൻസയാണ്. വളരെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണിത്. ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. അതിൽ കോപ്പർ സറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. കാരണം എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ അധികം വ്ളോഗ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ കുഴപ്പമില്ല, ഞാനിനി ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചും തരാം. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു. ഇവിടെ ഇപ്പോൾ അനില ചായ ഇട്ട് തരും നമുക്കെല്ലാവർക്കും. ഞാൻ വീട്ടിൽ നിന്ന് അമ്മ മാജിക് അവൻ ഉണ്ടാക്കിയ കുറച്ച് സ്നാക്സും കൊണ്ടാണ് വന്നത് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഷോപ്പിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് കുർത്തീസ് ഇട്ടിട്ടുണ്ട്. ഇത് വിത്ത് ബോട്ടമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുർത്തീസ് ഇട്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അകത്ത് കുറച്ച് വർക്ക് നടക്കുന്നു. ഇത് നമ്മുടെ ഒരു പുതിയ എഡിഷനാണ് ഈ ഒരു സ്റ്റാൻഡ്. എല്ലാം നമ്മുടെ കളക്ഷൻസ് എല്ലാം ഇവിടെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി ഇവിടെ സാരി കളക്ഷൻസ് എല്ലാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹാങ്ങേഴ്സ് കുറച്ച് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ ഇവിടെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്താണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പീസ്. കണ്ടില്ലേ, ഞാനെല്ലാം ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു. അപ്പോൾ അനിലേക്ക് എന്ത് തോന്നുന്നു അത് കണ്ടിട്ട്? ഓക്കെ, ബ്യൂട്ടിഫുള്ളാണ്.
നല്ല കേട്ടോ, നല്ല നല്ല കാരണം നമ്മുടെ ഡിസൈൻസ് ആക്ച്വലി ഭയങ്കര ക്രൗഡഡ് ആയിട്ടിരിക്കുന്ന ഡിസൈൻസ് അല്ല, ഭയങ്കര ഓവർ ആയിട്ടിരിക്കുന്ന അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് മിനിമൽ ഡിസൈൻസ് മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസൈൻസാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോൾ അതല്ല നിങ്ങൾക്ക് നല്ല ഗ്രാൻഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്ത് തരും. പക്ഷെ വി പ്രിഫർ ഒരു മിനിമൽ കൈൻഡ് ഓഫ് ഡിസൈൻസ് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ എല്ലാം ചെയ്ത് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റാൻഡ് നമ്മുടെ പുതിയ എഡിഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഗ്രോ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് നമ്മൾ ഓരോ എഡിഷൻസ് നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആഭരണത്തിൻ്റെ റൂമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് ഞാൻ ഡിസ്പ്ലേയും കൂടെ ഷിഫ്റ്റ് ചെയ്തു. ആഭരണത്തിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ അതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഭരണം ഇവിടെ ഒന്ന് അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലായിടത്ത് ആഭരണം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. പക്ഷേ എന്നാലും ഒരു സ്പേസ് ആഭരണത്തിന് വേണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വലിയ മിറർ ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ, ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ബാക്കി വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ആ ഒരു കോട്ടൺ ഫെസ്റ്റ് പോലെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫേർട്ട് ഇനി ഇടണം. ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്താലേ അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഇന്ന് ഇറങ്ങാൻ പറ്റും. അമ്മയ്ക്ക് ഷൂട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊന്ന് വന്നിട്ട് എനിക്കെല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ എല്ലാം ചെയ്തിട്ട് പോകുന്നു. ഈ ഹാങ്ങേഴ്സ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഹാങ്ങേഴ്സ് വുഡൻ ഹാങ്ങേഴ്സാണ്. നമ്മുടെ കയ്യിൽ ഈ വുഡൻ ഫിനിഷ് വരുന്ന ഹാങ്ങേഴ്സ് കുറവായിരുന്നു. നമ്മുടെ കയ്യിൽ വുഡൻ ഹാങ്ങേഴ്സ് ഉണ്ട്. ഇതെല്ലാം വുഡൻ ആണ്, പക്ഷേ ഇത് പെയിൻറ്റഡ് ആണ് കേട്ടോ. കാരണം ഇത് ലാസ്റ്റ് മിനിറ്റ് പോയി പർച്ചേസ് ചെയ്തപ്പോൾ, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വഞ്ചൂര് വെച്ച് സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റ് പോയി പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ പെയിൻറ്റഡ് വുഡൻ ഹാങ്ങേഴ്സേ കിട്ടിയുള്ളൂ. മറ്റേ നമ്മുടെ പ്രോപ്പർ വുഡൻ ഫിനിഷ് വരുന്ന ഹാങ്ങേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഞാനിപ്പോൾ വരുത്തി. അപ്പോൾ അതെല്ലാം അടുക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ആക്ച്വലി പൂജ വെക്കുന്ന സമയത്ത്, പൂജ വെക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ദേവീനെ കണ്ടപ്പോൾ കുറച്ച് പെയിൻറ്റ് അടിക്കണം തോന്നി. അങ്ങനെയാണ് നിങ്ങൾ കണ്ട ലാസ്റ്റ് വിഷ്വൽ ഞാനിങ്ങനെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും പറയാൻ ഇത് പെട്ടെന്ന് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ഭംഗി കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിരിക്കുന്നു കേട്ടോ, നല്ല രസമായിട്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ക്ലോസർ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വീക്ക് ഷൂട്ട് ചെയ്യാൻ എടുത്താണ്. ഒരുപാട് ലെങ്ത് ആയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ കോട്ടൺ ഈ ഫെസ്റ്റും എല്ലാം അത് ഷോപ്പിൽ വെച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.